ഒരു കൃതി സിനിമയാകുക, ആ സിനിമ വർഷങ്ങൾക്ക് ശേഷം രചയിതാവിൻ്റെ തന്നെ പ്രതീക്ഷകളുടെ അപ്പുറത്തേക്ക് വളരുക. ഈ സംഭവവികാസങ്ങളുടെ ഒരു നേർസാക്ഷ്യമാണ് പത്മരാജൻ സാറിൻ്റെ തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ ചിത്രം. ഇന്ന് നോബൽ ബ്രൂട്ടസിൻ്റെ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് തൂവാനത്തുമ്പികൾ എന്ന സിനിമയ്ക്ക് ഇതിവൃത്തമായ അദ്ദേഹത്തിൻ്റെ തന്നെ ചെറു നോവലായ ഉദകബോളയെക്കുറിച്ചാണ്. പത്മരാജൻ സാറിനെ എക്സ്പീരിയൻസ് ചെയ്തത്, അല്ലെങ്കിൽ പത്മരാജൻ സാർ എന്ന ഫിലിം മേക്കറെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സമൂഹം എത്രമാത്രം പത്മരാജൻ സാർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പത്മരാജൻ എന്ന് പറഞ്ഞ ബ്രില്യൻ്റ് റൈറ്ററിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് സംശയമാണ്. കാര്യം മലയാളത്തിൻ്റെ മഹാരഥന്മാരായ എഴുത്തുകാരുടെ പട്ടികയിൽ എപ്പോഴും ചേർത്ത് വായിക്കേണ്ട ഒരു പേര് തന്നെയാണ് പത്മരാജൻ. പക്ഷേ വേണ്ട രീതിയിൽ പത്മരാജൻ എന്ന് പറഞ്ഞ വ്യക്തി വായിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അങ്ങനെ ഒരു തോന്നലിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തോട് ഏറ്റവും അധികം സാമീപ്യമുള്ള, അല്ലെങ്കിൽ ഏറ്റവും അധികം എനിക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള, എനിക്ക് വ്യക്തിപരമായി സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് പത്മരാജൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തെ ഞാൻ ആദ്യമായി പരിചയപ്പെടുത്താൻ ഇവിടെ തയ്യാറാകുന്നതും. ഞാൻ എൻ്റെ പതിവ് വീഡിയോകളിൽ പറയുന്നത് പോലെ തന്നെ ഈ കൃതിയുടെ കൂടുതൽ ഉള്ളറകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ കൃതി വായിച്ച് തന്നെ അതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ട ഒന്ന് തന്നെയാണ്. തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചോളം എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആയോ അതിൻ്റെ 100 ഇരട്ടി, വായനയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഈ കൃതി 100 ഇരട്ടി സാറ്റിസ്ഫാക്ഷൻ നൽകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. വായിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു മുന്നറിയിപ്പ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. കാര്യം തൂവാനത്തുമ്പികൾ എന്ന സിനിമയിൽ നിന്ന് നിങ്ങൾ ഏത് തരം ഒരു ഇമോഷൻ, അല്ലെങ്കിൽ ഏത് തരം ഒരു ആരാധന, അല്ലെങ്കിൽ ആ സിനിമ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതിന് പ്രധാനമായ കാരണങ്ങളിലൊന്നായ ഒരു ജയകൃഷ്ണൻ, ക്ലാര എന്ന് പറഞ്ഞ 2 കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള എല്ലാ ധാരണകളെയും തകർത്തെറിയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു ജയകൃഷ്ണൻ, ക്ലാര എന്ന് പറഞ്ഞ 2 കഥാപാത്രങ്ങൾക്ക് ഇന്ന് സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ആ ഒരു സിനിമ ആസ്വാദകർക്കിടയിൽ, അല്ലെങ്കിൽ പുസ്തക വായനക്കാരുടെ ഇടയിൽ ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ആ ഫാൻ ബേസിനെല്ലാം തകർത്തെറിയുന്ന ഒരു ഭാഗം ഈ നോവലിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ഒരിടത്ത് വരുന്നുണ്ട്. അതിൽ ഈ ക്ലാര എന്ന് പറഞ്ഞ സ്ത്രീയെക്കുറിച്ച് ജയകൃഷ്ണനോട് ചോദിക്കുമ്പോൾ ഇടത്ത വഴിക്ക് ഓർമ്മയിൽ എവിടെയോ ആ പേര് തങ്ങി നിൽക്കാത്ത പോലെ ഏത് ക്ലാര എന്ന് ജയകൃഷ്ണൻ എടുത്ത് ചോദിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ ഞാൻ മുന്നേ പറഞ്ഞു, നമ്മുടെ മനസ്സിൽ നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു കഥാപ്രപഞ്ചത്തിന്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ചില വിഗ്രഹങ്ങൾ ആ സമയത്ത് ഉടയും. അതൊരു തെറ്റായ ആസ്പെക്റ്റിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ കഥയുടെ ഒരു രീതി വായിക്കുമ്പോൾ, അല്ലെങ്കിൽ കഥ വായിച്ചു പോകുമ്പോൾ വായിക്കുന്നവനും അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. കാര്യം സിനിമ കണ്ട ആ ഒരു പ്രതിനിധിയിൽ ഒരിക്കലും ഈ കഥയെ നിങ്ങൾ സമീപിക്കരുത്. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ നോവൽ. ഈ നോവലിൻ്റെ മധ്യഭാഗത്ത് എവിടെയോ പറയുന്നുണ്ട്, സഹായിച്ചവനെ തന്നെ തിരിഞ്ഞു കൊത്താൻ വിധിക്കപ്പെട്ട ഒരു ശപിക്കപ്പെട്ട മൃഗമാണ് മനുഷ്യൻ. ഈ നോവലിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈവൻ തൂവാനത്തുമ്പികൾ എന്ന സിനിമ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും. അതായത് അവളെ രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ അവൾക്കൊരു തൊഴിൽ മേഖലയിലോട്ട് അവളെ ആനയിച്ചു കൊണ്ടുവരുന്ന തങ്ങളെന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ ചതിച്ചുകൊണ്ടാണ് അവൾ മറ്റൊരു തലത്തിലേക്ക് അവൾ നീങ്ങുന്നത്. സെയിം തിങ് തന്നെയാണ് ഈ നോവലിലെ പല കഥാപാത്രങ്ങളും അവരുടെ ജീവിതം കൊണ്ട് ഇതിൽ കാണിക്കുന്നത്. ജയകൃഷ്ണനും ക്ലാരയും തമ്മിലുള്ള ഒരു പ്രണയമല്ല ശരിക്കും ഈ നോവലിൻ്റെ ഒരു ഇതിവൃത്തം. കാര്യം ഈ നോവലിൽ സിനിമയിൽ പ്രതിപാദിക്കാത്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. സിനിമയിൽ ഇതിലെ ചില കഥാപാത്രങ്ങൾ മാത്രമേ പ്രതിപാദ്യ വിഷയമായിട്ടുള്ളൂ. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ കഥയുടെ ഒരു സാരാംശം, അല്ലെങ്കിൽ ഈ കഥയുടെ ഒരു എസൻസ് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കട്ട് ഷോട്ട് ചെയ്ത് ചില കഥാപാത്രങ്ങളെ മാത്രം മുൻനിർത്തിയിട്ടാണ് പത്മരാജൻ സാറ് ആ സിനിമ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ നോവലിലേക്ക് വരുമ്പോൾ അതൊരു വലിയൊരു കഥാപ്രപഞ്ചമായിട്ട് മാറുന്നുണ്ട്. കാര്യം അവിടെ മനുഷ്യർക്ക് എല്ലാ ഒരു ബിസിനസ്സും പണവും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആ ഒരു കാലഘട്ടത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു നോവൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ കംപ്ലീറ്റ് പണവും സൗകര്യങ്ങളും മാത്രമാണ് ഈ നോവലിലെ ഒരു പ്രതിപാദ്യ വിഷയം. പിന്നെ ഈ നോവലിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരിക്കലും ജയകൃഷ്ണനല്ല. ജയകൃഷ്ണൻ ഒരു മുഖ്യമായ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്ന് പറഞ്ഞൊരു ആഖ്യാതാവുണ്ട്. ആ ആഖ്യാതാവിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അയാളുടെ ജീവിതത്തിൽ വന്നുപെടുന്ന കുറേ സംഭവവികാസങ്ങളാണ് ഈ കഥയുടെ ഇതിവൃത്തം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പത്മരാജൻ സാറിൻ്റെ പത്മരാജൻ സാറിൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ട ചില കഥാപാത്രങ്ങളിലും അവരുടെ ജീവിതവുമായിട്ട് കോർത്തിണക്കി അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത ഒരു നോവലാണ് ഉദകബോള എന്ന്.
എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ സൃഷ്ടികളിലും അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരങ്ങളുമായി എവിടെയെങ്കിലൊക്കെ ബന്ധമുണ്ട്. ഉദകപോളയ്ക്കും അതേപോലെ അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരങ്ങളുമായി നല്ല സാമീപ്യമുണ്ട്, സ്വാധീനമുണ്ട്. പക്ഷേ പലതും നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കണ്ട് വളർന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് കേട്ട് പരിചയമുള്ള ഒരുപാട് കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നില്ല ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രം സിനിമയിലുള്ളതുപോലെ തന്നെ പിന്നീട് വന്ന മോഹൻലാലിൻ്റെയൊക്കെ കുറേ മാടമ്പി കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു തലതൊട്ടപ്പനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം അയാൾ അങ്ങനെയുള്ളൊരു ജീവിതമാണ്. പക്ഷേ ഇതിൽ ജയകൃഷ്ണൻ്റെ സിനിമയിലൊക്കെ വരുമ്പോൾ നമ്മൾ ജയകൃഷ്ണൻ്റെ ആ ഒരു പീക്ക് ടൈം മാത്രമേ കാണുന്നുള്ളൂ. കാര്യം അതിൽ നിന്നൊക്കെ വിഭിന്നമായി എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനെ പോലെ നിൽക്കുന്ന ഒരു ജയകൃഷ്ണൻ്റെ ചിത്രം ഈ നോവലിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ കാണുന്നവനല്പം സങ്കടം മനസ്സിൽ വരുത്തുന്ന രീതിയിലുള്ളൊരു ചിത്രമാണ്. പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നൊരു ജയകൃഷ്ണനെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പൊതുവേ പറയുമ്പോൾ ക്ലാര എന്ന് പറഞ്ഞ കഥാപാത്രം അത് ഒരു മലയാളിയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കപട സദാചാരത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടി കൂടിയാണ് ക്ലാര എന്ന് പറഞ്ഞ കഥാപാത്രം. പക്ഷേ ക്ലാരയ്ക്ക് പുറമെ വേറൊരു കഥാപാത്രമുണ്ട്. അതായത് സമൂഹത്തിൻ്റെ ദുഷിച്ച ലൈംഗിക വൈകൃതത്തിൻ്റെ ഒരു ഇരയെന്നോണം ഇതിൽ കാണിക്കുന്ന ഒരു ഒറ്റമുലച്ചി കഥാപാത്രമുണ്ട്. ജന്മന ഒരു ഒറ്റമുലച്ചിയായി പിറന്ന ഒരു പെൺകുട്ടി അത് പലരുടെയും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നതും അതിനെ ഉപയോഗിക്കുന്നതുമായ ഒരു ദുഷിച്ച വ്യവസ്ഥിതിയെ ഇതിൽ അനാവരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം അതപ്പതിച്ചതാണ് നമ്മുടെ ചിന്താധാരകൾ, നമ്മുടെ സമൂഹം എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഈ നോവലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഞാൻ അതേ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു നരേറ്റർ ഉണ്ട്. ഞാൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ഈ ഞാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ജീവിത പരിസരങ്ങളിൽ കടന്നു വരുന്ന കരുണാകര മേനോൻ എന്ന് പറഞ്ഞൊരു റിട്ടയർഡ് ICS ഉദ്യോഗസ്ഥനുണ്ട്. പിന്നെ ആ കഥാപ്രപഞ്ചത്തിൽ വരുന്ന ശാരദ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. പിന്നെ ദേവി എന്ന് പറഞ്ഞൊരു കഥാപാത്രം അവിടെ കടന്നു വരുന്നുണ്ട്. പിന്നെ അതിന് പുറമെയാണ് ഈ ജയകൃഷ്ണൻ, ഋഷി, തങ്ങളുടെ ശിഷ്യനായ ഒരു ആൻ്റപ്പൻ, അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ പരാമർശിക്കപ്പെടുന്ന വേറൊരു ബാബു എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, പോളി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അങ്ങനെ ആ ഒരു പട്ടണത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പട്ടണത്തിൻ്റെ നിഗൂഢമായ ചില ഉള്ളറകളിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന ഒരു പ്രത്യേക ആഖ്യാന ശൈലിയിൽ പോകുന്ന ഒരു ഒരു നല്ലൊരു ഗാങ്സ്റ്റർ മൂഡിലൊക്കെ ചില സമയത്ത് നമുക്കൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു നോവൽ. അപ്പോൾ വായനയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന ഒരു നോവലാണ്. പക്ഷെ എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അവർക്ക് മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു പി പത്മരാജൻ സാർ എഴുതിയ അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു നോവൽ ഉദകപോളം.